ഇപ്പോഴത്തെ പുതിയ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ സീക്വൻസ് മെയിൻ സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റയിലിട്ടിട്ട് അത് ഞാൻ ഇതിനു മുമ്പ് ഏതോ ബ്ലാസ്റ്റ് കണ്ട സമയത്ത് പറഞ്ഞു വിചാരിച്ചു. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഈ സിനിമയുടെ തിയേറ്ററിൽ ഈ മേജർ ഈ ഇൻ്റർവെൽ സീക്വൻസും ക്ലൈമാക്സ് സീക്വൻസും ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ റീൽ കാണും. ഈ റീൽ വൈബ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ റീൽ നമ്മളിത് കാണുമ്പോൾ ഈ സീൻ തിയേറ്ററിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് നമ്മളിപ്പം മൊബൈലിൽ കൂടെ ഇത് കൺവിൻസ് ആവുകയാണ്. അങ്ങനെ തിയേറ്ററിലേക്ക് വരുന്ന ഒരു വലിയ കൂടെ ആൾക്കാരുണ്ട്. അവർക്ക് വരുമ്പോഴാണ് ആക്ച്വലി ഫിലിമിൻ്റെ പിന്നണിയിലുള്ളവർ തന്നെ എടുത്തിരുന്ന. കാരണം പേഴ്സണലി ഞാനതൊരു ബ്ലാസ്റ്റ് സിനിമയിൽ ഞാനതൊരു ആൾ ഞങ്ങളിരുന്ന തിയേറ്ററിൽ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന ആൾ IPL കാണുക. ഏത് പടം നടക്കുമ്പം ആക്ഷൻ വരുമ്പോൾ പുള്ളി ഫോൺ എടുത്തേച്ച് നേരെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അലറും. അപ്പം ഞാനും അജിത്തും കുടിക്കുന്നത് എന്താ അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും IPL കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ ചൂടായി. ഇത് ന്യായമാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അയ്യോ മോനെ ഡിസ്റ്റർബൻസ് ആയോ? അതെ ഡിസ്റ്റർബൻസ് ആയി എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളി ഫോൺ മടക്കി വെച്ച് എന്നിട്ട് വീണ്ടും ആക്ഷൻ വരുമ്പോൾ പുള്ളി ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് പുള്ളി തന്നെ അലറും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇത് വരുന്ന ഇത് എല്ലാവരും ഇടുന്നത് ഈ പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാവണമെന്നില്ല. ഇപ്പോൾ 2 വീഡിയോ കണ്ടു കഴിയുമ്പം നാളെ വേറെ ആൾ പോകുമ്പോൾ അവനും ചിലപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നും. അത്രേ ഉള്ളൂ. അതും ഒരു മാർക്കറ്റിംഗ് എലമെൻ്റായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിങ്ങിലൂടെ ഈ സിനിമയിൽ കാണാൻ തിയേറ്ററിലെത്തുന്നവർ ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻ്റർവെല്ലിലും ഈ ക്ലൈമാക്സിലും ഈ രാഗ് ഓഫ് റിവെഞ്ച് പ്ലേ ചെയ്യുന്ന ഒഴിച്ചാൽ ബാക്കി പലയിടത്തും ഈ സിനിമ ഇങ്ങനെ ഓക്കെ ആയിട്ട് പോകാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം.